ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദരങ്ങളോട് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന അത് ഏത് എക്സാമും ആയിക്കോട്ടെ, ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഉണ്ട്, അതേപോലെ LDC, LP, UP അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഗിവ് അവേ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഗിവ് അവേ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെയുള്ള സംഭവം അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനൊരു ഗിഫ്റ്റ് പോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം മുന്നേ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു നല്ല റാങ്കാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റ് സീരീസാണ് അപ്ഗ്രേഡ് PSCൻ്റെ എക്സാം ടെസ്റ്റ് സീരീസ്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു കുഞ്ഞു ഓഫർ സെറ്റ് ചെയ്യാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു 10% ഓഫ് അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 400 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ റേറ്റ് വരുന്നത്, അതായത് 399 രൂപ. അപ്പോൾ നമുക്ക് 10% ഓഫാണ്. 360 റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, പുതിയൊരു അപ്ഡേറ്റ് എന്താ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എക്സാമിൻ്റെ കലണ്ടറൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും സെയിം ഡേറ്റിലൊന്നുമല്ല എക്സാം നടക്കാൻ പോകുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെ കുറച്ച് ഘട്ടങ്ങളായിട്ടാണ് ഓരോ ജില്ലകളിലും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ജില്ലകൾക്കും സ്പെഷ്യലായിട്ട് വേറെ വേറെ ബാച്ച്, അതായത് ഓരോ മന്ത്ലി ബാച്ച്. ഇപ്പോൾ ജൂലൈ ഒരു എക്സാം ഉള്ളവർക്ക് ഒരു ബാച്ച്, അതേപോലെ തന്നെ ഓഗസ്റ്റിന് ഒരു ബാച്ച്, സെപ്റ്റംബറിന് ഒരു ബാച്ച്, ഒക്ടോബറിന് ഒരു ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലക്കാർക്കും അത് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരികയേ ചെയ്യുള്ളൂ. കാരണം ജൂലൈയിൽ എക്സാം ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന രീതിയിലായിരിക്കും അവരുടെ ബാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഓഗസ്റ്റിലുള്ളവർക്ക് അതേ സമയം, അതായത് എത്രത്തോളം നിങ്ങൾക്ക് സമയം കിട്ടോ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഓഗസ്റ്റ് ബാച്ച്, സെപ്റ്റംബർ ബാച്ച്, ഒക്ടോബർ ബാച്ച് അങ്ങനെ 3 ബാച്ചാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ജൂലൈ വരെയുള്ള ഷെഡ്യൂൾസിലാണ് ബാക്കി ബാച്ചസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി പുതുതായിട്ട് വരുന്നവർ ഈ ഓഗസ്റ്റിലാണോ, സെപ്റ്റംബറിലാണോ, ഒക്ടോബറിലാണോ നിങ്ങൾക്ക് എക്സാമിന് നോക്കിയിട്ട് ഓരോ ബാച്ച് സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. മെയ് 20 ഇവരുടെ ഡിസ്ട്രിക്റ്റ് വൈസ് ബാച്ചസ് തുടങ്ങാൻ പോകുന്നത്. ടെലഗ്രാമിൽ അപ്ഗ്രേഡ് KPSC എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒരു 17,000-ഓളം മെമ്പേഴ്സുള്ളൊരു ചാനലാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ പേയ്മെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുക. അതിൽ എക്സാമിൻ്റെ ഷെഡ്യൂളൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമിന് ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പുതിയ ഡിസ്ട്രിക്റ്റ് വൈസ് ബാച്ചുകളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരും അതേപോലെ തന്നെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് അറിയാത്തവരൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ സിലബസ് മൊത്തമായിട്ട് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇതിൽ വരുന്നില്ല. അതായത് നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് കിട്ടുകയാണ്. അപ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ച് വരിക ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ബുക്ക് നോക്കി കുറേ സമയം പഠിച്ചിരിക്കുന്നതും ഈ ഒരു എക്സാംസ് വഴി നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് സംഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നാളെ ഇന്ന ടോപ്പിക്കിന്റെ എക്സാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിലബസ് മൊത്തത്തിൽ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത്രയും സമയമൊന്നും നമുക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എക്സാം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ആ ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റ് സീരീസിലുള്ളത്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും കഴിയുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരാൾ തരുന്ന പോലെയാണ്. അപ്പോൾ എക്സാമിന് ഇതൊക്കെയാണ് വരിക, അത് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അതായത് അല്ലാണ്ട് വാരിക്കോരി പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരു റാങ്ക് നേടാനൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. SCERT ടെക്സ്റ്റിലെ ചാപ്റ്റർ വൈസ് ടെസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ സിലബസിന് 22 പാർട്ടൊക്കെ ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സാംസും ഫുൾ ലെങ്ത് എക്സാംസ് ഒക്കെ ഒരുപാട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയധികം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പം അതിലും കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ രീതിയിൽ ഒരു 10% ഓഫ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓഫർ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഈ ഓഫർ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആക്കുക. നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് മികച്ച ഒരു റാങ്കാണ് എയിം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിലല്ല, നമ്മൾ എങ്ങനെയാണ് ആ ഒരു എക്സാം ഹാളിൽ പെർഫോം ചെയ്യുന്നുള്ളതാണ് നമ്മളെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പോൾ ഒരുപാട് പേര് PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പടി മുന്നിൽ കൂടുതൽ ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും മുന്നോട്ട് വരാൻ പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം നല്ലൊരു ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ LP-UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിലെ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ എത്രത്തോളം വായിച്ച് പഠിക്കുന്നോ അത് അത്രത്തോളം പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കാനും പറ്റും. അതേപോലെ തന്നെ എക്സാം ഹോൾ അത് പെർഫോം ചെയ്യാനും പറ്റും. അല്ലാതെ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടുള്ള രീതിയിലുള്ള പഠനമൊന്നും അല്ല ഇനി വരാൻ പോകുന്ന PSC എക്സാമിന് വേണ്ടത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരുപാട് എക്സാംസിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമ്പിൾ അടക്കം അവർ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് കണ്ടു. ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ അതിലുള്ള നമ്പറിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതും ഓരോ മാസത്തേക്കുള്ള ബാച്ചാണ്, സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും ആ എക്സാമിന് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവർക്ക് ഈ ഒരു മന്ത്ലി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയൊരു അപ്ഡേഷൻ ഫീസ് അവർ വെച്ചിട്ടുണ്ട്. 50 രൂപ, അത്രേ ഉള്ളൂ. 50 രൂപക്കാണ് അപ്ഡേഷൻ ഫീസ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ബാച്ചിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഏകദേശം സെയിം പാറ്റേൺ തന്നെയായിരിക്കും അതിലും ഉണ്ടാവാൻ പോകുന്നത്. ആ ഒരു ഷെഡ്യൂളിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഓരോ മന്തിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഷെഡ്യൂളിൽ മാത്രമേ മാറ്റം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ May 1 ഇവരുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒത്തിരി ഫീഡ്ബാക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. കാരണം എക്സാംസ് നമുക്ക് ഇനി എത്തിപ്പോയി. ഇനിയും മാറി മാറി ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനിയും ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവരുടെ അപ്ഗ്രേഡ് PSCന്റെ ടെസ്റ്റ് സീരീസിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അല്ലാതെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാണോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന്. ഞാൻ ഒരു ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാനും ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് സജസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വരുന്നത് കൊണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചെറിയൊരു ഓഫർ അവൈലബിൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പുതിയ മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഒത്തിരി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് വെച്ചാൽ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് വെച്ചാൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ടെസ്റ്റും എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്. ഒത്തിരി പൈസ വാങ്ങിയിട്ട് എന്തായാലും മിനിമം 1000 രൂപയൊന്നും ഇല്ലാതെ ആരും ഇത്രയും ടെസ്റ്റ് ഒന്നും നടത്തുന്നില്ല. ഞാൻ മുന്നേ ഫസ്റ്റ് ഒക്കെ വീഡിയോസിൽ പറയുമ്പോൾ അവരുടെ ഫീസ് 299 രൂപയായിരുന്നു. അപ്പോൾ അത്രയും ഡിമാൻഡ് കൂടി വന്നപ്പോഴാണ് അവർ 399 ആയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഓഫർ പ്രൈസിനേക്കാൾ കൂടുതൽ വേർത്തിയാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ജോലി അത്യാവശ്യമാണെന്നുള്ള കാര്യം അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എനിക്കും അത്രത്തോളം അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു ജോലിയൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്. എന്തായാലും അവരുടെ എല്ലാവരുടെയും ഒറ്റൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഒരു ജോലിയാണ്. ഈ ഒരു ജോലി ലഭിക്കുക എന്നുള്ള കാര്യമാണ് അവർക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒട്ടും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ തന്നെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ തന്നെ സ്ട്രഗിൾസ് ഒക്കെ എപ്പോഴും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയൊരു മടി വരുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിനെ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒക്കെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പറ്റും. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പകുതിയായി. ആർക്കും ആ മാനുഷിക കഴിവൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ഒരു ബുക്ക് എടുത്ത് വെച്ച് റോബോട്ട്, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന റോബോട്ടിനെ പോലെ പഠിച്ചെടുക്കാനൊന്നും ആർക്കും പറ്റില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരാൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കുന്നോ അവർക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട് പഠിക്കാന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുത്തിരുന്ന ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഫുൾ ബൈ ഹാർട്ട് പഠിക്കാനുള്ള കാര്യമല്ല. മനസ്സിലാക്കി സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ സിലബസ് നോക്കി വ്യക്തമായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ അത് എന്തായാലും യൂസ്ഫുൾ ആക്കുക. അതും
നിങ്ങൾക്ക് അത്രയും ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ട്. കാരണം ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷനും അതേപോലെ അവർക്ക് എത്രത്തോളം ജോലി ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അത് എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ആ ഒരു വിഷമം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം തന്നെ ബുക്ക് എടുത്തിട്ട് പഠിച്ചോളൂ കേട്ടോ. മടിച്ചിരിക്കുന്നവരാണെങ്കിൽ അടുത്ത വർഷം നല്ല സമാധാനത്തോടെ ഒരു കസേരയിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.